പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദൈവത്തിൻ്റെ ക്ഷേമൈശ്വര്യവും സമാധാനവും ആരോഗ്യവും എല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ KV ഷംസുദ്ദീൻ നിങ്ങളുമായി പലതവണ സംവദിച്ചിട്ടുണ്ട്. ഞാൻ പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിൻ്റെ ചെയർമാനും ബർജീൽ ജോയിജ് സെക്യൂരിറ്റീസിൻ്റെ സ്ഥാപകനും ഡയറക്ടറുമാണ്. ഇന്ന് ഞാനിപ്പോൾ ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പ്രവാസികൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റും കാണിക്കണം എന്നുള്ള ഗവൺമെൻറ് ഒരു നിർദ്ദേശത്തെപ്പറ്റി കേൾക്കുകയും അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി അത് കാട് കയറി ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയുമാണ്. ആദ്യമായിട്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ ആ വിഷയത്തിൽ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇനി എന്താണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. പ്രവാസികളായിട്ടുള്ള നമ്മൾക്ക് നാട്ടിൽ റെൻ്റ് ആയിട്ട് ഇൻകം ഉണ്ടെങ്കിലും വല്ല കച്ചവടങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആദായമുണ്ടെങ്കിലും ഓഹരി കമ്പോളത്തിൽ ഓഹരി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയും അതിൽ നിന്ന് ഹ്രസ്വകാല മൂല്യവർദ്ധനവ് ഉണ്ടാവുകയും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഒരു വർഷത്തിന് മുമ്പ് വാങ്ങിച്ച ഓഹരി വിൽക്കുമ്പോൾ ലാഭമുണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. സാധാരണ റെൻ്റ് നിയമത്തിൻ്റെ മാർഗത്തിൽ കൂടെ തരികയാണെങ്കിൽ അതിൽ നിന്ന് ടാക്സ് അറ്റ് സോഴ്സ് TDS, ടാക്സ് റിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS എന്ന് പറയുന്ന അതാണ്. ടാക്സ് റിഡക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. ചിലർക്ക് NRO അക്കൗണ്ട് ഉണ്ടാവും, അതിൽ ചിലപ്പോഴും ഭൂമി വിറ്റ പൈസ അങ്ങനെയുള്ളതൊക്കെ കിടപ്പുണ്ടാവും. അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റിനും എത്ര ചെറിയ സംഖ്യയായാലും ടാക്സ് റിഡക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. മൂന്നാമത് പറഞ്ഞത് ഓഹരിയിൽ നിന്നുള്ള ഹ്രസ്വകാലമായിട്ടുള്ള ആദായം. ഇങ്ങനെയുള്ള ആദായം ഉള്ള ആളുകൾ ചിലപ്പോൾ വേറെ ടാക്സ് കൊടുക്കേണ്ട നിർബന്ധമുള്ള ഇൻകമൊന്നും ഇല്ലെങ്കിൽ അവസ്ഥയായിരിക്കും. ഇതിൽ നിന്ന് എത്ര ചുരുങ്ങിയ സംഖ്യയിലും ടാക്സ് പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പിടിച്ചെടുത്ത സംഖ്യ നമുക്ക് തിരിച്ചു കിട്ടും. കാരണം ഇന്ത്യയിൽ നിവസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടായാലേ 5 ലക്ഷം വരെ 5% ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അതിനു പുറമെ 10,000 ഉറുപ്പിക ഇൻട്രസ്റ്റായിട്ട് കിട്ടിയാൽ അതും ടാക്സിൽ നിന്ന് മുക്തമാണ്. ഓഹരിയിൽ മ്യൂച്വൽ ഫണ്ടിൽ, ഓഹരിയിലല്ല മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിന് 50,000 എക്സംഷൻ കിട്ടുന്നു. അങ്ങനെ ആകുമ്പോൾ 3 ലക്ഷത്തിൽ കൂടുതൽ ഒരാൾക്ക് ടാക്സ് രഹിതമായിട്ട് കിട്ടുന്നു. പിന്നെയും പല എക്സംഷനുകളുമുണ്ട്. അതുകൂടാതെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരുടെ സ്ലാബ് ആരംഭിക്കുന്നത് തന്നെ 3 ലക്ഷം മുതലാണ്. അപ്പോൾ 3 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് NRI ആയിട്ടിരിക്കുന്ന ആൾ നാട്ടിൽ ഇൻകം ഉണ്ടായാൽ ആ അവസ്ഥയിൽ മാത്രമാണ് ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ആരൊക്കെ ടാക്സ് റിട്ടേൺ കൊടുക്കുന്നോ അവർ റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും ഒരു പുതിയ കോളം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിദേശത്തെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കണം എന്ന്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ 2016-17 ഇപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അതിൽ റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രയോ വർഷങ്ങളായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം ആഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു വശം ഞാൻ പറയുകയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടന്മാർ ഒട്ടുമുക്കാലും ആളുകൾക്ക് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയിൽ നിക്ഷേപമുണ്ട് ദുബൈയിൽ.
ഈ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള പണം മുഴുവൻ അവർ ലീഗൽ ചാനലിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിക്കൊള്ളുന്നില്ല. ഹവാലയ്ക്ക് പണം നാട്ടിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ റൂട്ട് നാട്ടിലുള്ള ബ്ലാക്ക് മണി ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഇവിടെ നിന്ന് ഹവാല അയക്കുന്നുണ്ടെങ്കിൽ അവിടെ നാട്ടിലുള്ള ബ്ലാക്ക് മണിയാണ് നമ്മുടെ കുടുംബത്തിലെ ഹവാലക്കാർ കൊണ്ടുപോയി കൊടുക്കുന്നത്, വേറെ ആളിൽ നിന്ന് വാങ്ങിച്ചിട്ട്. നമ്മുടെ കയ്യിലുള്ള പണം വാങ്ങിച്ചിട്ട് നാട്ടിൽ ബ്ലാക്ക് മണിയുള്ള ആൾക്ക് ഇവിടെ പണം ആവശ്യമുള്ളപ്പോൾ നമ്മുടെ പണം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അതാണ് ഹവാല നടത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ പ്രോപ്പർട്ടി എല്ലാം വാങ്ങിച്ചവരൊന്നും തന്നെ അവർക്ക് ഇന്ന പ്രോപ്പർട്ടി ഉണ്ട് എന്നും ഒന്നും അറിയിച്ചിട്ടില്ല. മാത്രമല്ല പല വിധത്തിലും ഒരു NRI വിസ സ്ഥാപിച്ചിട്ട്, ഒരു വിസ ഉണ്ടായാൽ ഇന്ത്യക്ക് പുറത്ത് GCC നാടുകളിൽ എവിടെ വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പലരും ഏതെങ്കിലും കമ്പനിയിൽ പാർട്ട്ണറായിട്ടോ മറ്റോ ഒരു വിസയും പെർമനൻറ്റ് വിസയും സംഘടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ സ്റ്റാറ്റസ് റെസിഡൻ്റ് തന്നെ ആയിരിക്കും. 182 ദിവസത്തിൽ കൂടുതൽ വിദേശത്ത് നിന്നാലേ NRI ആവുന്നുള്ളൂ. പക്ഷേ ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് പ്രശ്നമില്ല. കാരണം വിസ ഉണ്ടായാൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, വിദേശത്തുള്ള ബാങ്കിൽ. അങ്ങനെ ചിലപ്പോൾ അവർക്ക് ബാങ്ക് അക്കൗണ്ടും ഉണ്ടാവും. ഇനി മുതൽ അങ്ങനെയുള്ള ആളുകളൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവരും, ചേർക്കേണ്ടതായി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രവാസികളെ സംബന്ധിച്ചല്ല പറയുന്നത്, നാട്ടിൽ സ്ഥിരതാമസമായി ജീവിക്കുന്ന ആളുകൾ വിദേശത്ത് വീട് വാങ്ങിച്ചിട്ട് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്, മറ്റു പല ബിസിനസ്സിനും പങ്കാളികളാണ്, അതിൽ നിന്ന് ആദായം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള അതിന് ഗ്ലോബൽ ഇൻകം എന്നാണ് പറയുക. അത് ടാക്സബിളാണ്, അതിന് ടാക്സ് കൊടുക്കേണ്ടതായി വരും. പക്ഷേ NRIയെ സംബന്ധിച്ചല്ല പറയുന്നത്, വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇങ്ങനെ നാട്ടിൽ സ്ഥിരതാമസമായിട്ട് നാട്ടിൽ ജീവിക്കുമ്പോൾ വിദേശത്ത് നിക്ഷേപം നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. വേറൊരു വിഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈയിടെ നമ്മൾ റിപ്പോർട്ട് വായിച്ചു, VIP ഹെലികോപ്റ്ററിൻ്റെ കമ്മീഷൻ വാങ്ങിച്ചത് ദുബൈയിലുള്ളൊരു ബിസിനസ്സുകാരൻ്റെ അക്കൗണ്ടിൽ വന്നു. ആ അക്കൗണ്ടിൽ നിന്ന് അത് നാട്ടിലേക്ക് വൈറ്റായിട്ട് കടത്താൻ വേണ്ടി സഹായിച്ചു. അത് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പല തരികിടകൾ നടത്തുന്ന ആളുകളും വിദേശത്ത് ജീവിക്കുന്നുണ്ട്. അവർ ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതെല്ലാം വലിയൊരു പ്രശ്നമായി തീരും. അവരൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഗവൺമെൻറ് ആവശ്യം നിർദ്ദേശിച്ചിട്ടുള്ളത്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, നമുക്കൊക്കെ വിദേശത്തുള്ള വരുമാനത്തിന് അല്ലെങ്കിൽ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുള്ള പൈസയ്ക്ക് നാളെ ഗവൺമെൻറ് ടാക്സ് ഏർപ്പെടുത്തിയേക്കാം, അതിനുള്ളൊരു മുന്നൊരുക്കമാണ് എന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. എന്നോട് ധാരാളം ആളുകൾ പറഞ്ഞു, വളരെ ശക്തിയായിട്ട് അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്, അടുത്ത ബഡ്ജറ്റിൽ അതുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലാൻ ഗവൺമെൻറ് തയ്യാറാവില്ല. ഒരു വർഷത്തിൽ 70 ബില്യൺ $US നമ്മൾ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അതിൽ പകുതിയോളം ഗൾഫ് മേഖലയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അമേരിക്ക മറ്റുള്ള സ്ഥലത്തൊക്കെ പ്രവാസികൾ ഉണ്ടെങ്കിലും അവരവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ പൈസ നാട്ടിലേക്ക് അയക്കലെല്ലാം കുറവാണ്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളാണ് പകുതിയിൽ കൂടുതൽ നാട്ടിലേക്ക് അയക്കുന്നത്. അവരുടെ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന, അവർക്ക് പ്രശ്നമുണ്ടാകുന്ന അത്തരത്തിൽ അവരുടെ റെമിറ്റൻസിനെ, പണം അയക്കുന്നതിനെ ബാധിക്കുന്ന തരത്തിലൊന്നും തന്നെ ഗവൺമെൻറ് ചെയ്യില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരു കോമൺ സെൻസ് ഉള്ള ഒരു ഗവൺമെൻറ്റും അത് ചെയ്യാൻ പോകുന്നില്ല. നമ്മളതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, നാട്ടിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ അവസ്ഥ ഉള്ള പ്രവാസികൾ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്തവരാരും തന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട. അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത്തരം ഇൻഫോർമേഷൻ, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സംഭവിക്കേണ്ട ആളുകളുണ്ട് പലരും, അവർക്കെല്ലാം ഭയപ്പെടേണ്ടതുണ്ട്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആരും തന്നെ
ഈ വിഷയത്തിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇമെയിൽ ID kvshams@gmail.com. എൻ്റെ മൊബൈൽ നമ്പർ എല്ലാവർക്കും ബൈ ഹാർട്ടാണ്, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 00971506467 എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മെസ്സേജ് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനെ എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചുള്ള അനാവശ്യമായ ആ ഒരു ഭയം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സുഹൃത്ത് KV ഷംസുദ്ദീൻ.